പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തി പിടിയിലായ ജ്യോതി മൽഹോത്ര എന്ന യൂട്യൂബറെ കേരള ടൂറിസത്തിന് വേണ്ടി ക്ഷണിച്ചു വരുത്തിയ ടൂറിസം വകുപ്പിനും ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും പിന്തുണയുമായി ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ഈ കേരള ടൂറിസം വകുപ്പിന് ആറാം ഇന്ദ്രിയൊന്നും പ്രവർത്തിക്കുന്നില്ല. കാരണം ടൂറിസം വകുപ്പ് അവരെ ക്ഷണിച്ചു എന്നുള്ള ഏതൊരു ബ്ലോഗറെയും വിളിക്കും. 41 ബ്ലോഗർമാരെ കേരളത്തിലെ ടൂറിസം വകുപ്പ് ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. കേരള ടൂറിസത്തെ പറ്റി പ്രോഗ്രാം ചെയ്യിച്ചിട്ടുണ്ട്. 41 പേരിൽ ഒരാളാണ് ഈ പറയുന്ന സഹോദരി. അവര് ഒരു ചാരവനിതയാണെന്നോ പാകിസ്ഥാനുമായി സ്പൈ വർക്ക് ചെയ്തെന്നോ മുൻകൂട്ടി കാണാനുള്ള ആറാം ഇന്ദ്രിയം നമുക്ക് പ്രവർത്തിക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള പലരെയും വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ 41 പേര് വിളിച്ചു. വേറെ ആരെങ്കിലും ഒരു ക്രിമിനൽ കേസിൽപ്പെട്ട അത് നമ്മുടെ ടൂറിസം വകുപ്പിന്റെയും മന്ത്രിയുടെയും കുഴപ്പമാണെന്ന് പറയാൻ കൊള്ളാം. നമ്മൾ കേൾക്കുമ്പോൾ ഒരു രസം വേണ്ടി. നമ്മൾ കേൾക്കുന്ന ജനങ്ങൾ വെറും പൊട്ടന്മാരല്ലല്ലോ, വെറും മണ്ടന്മാരല്ലല്ലോ. ഒരാളെ വിളിച്ചു വരുത്തി നമ്മൾ അവരെ ബ്ലോഗറെ കൊണ്ട് ബ്ലോഗ് ചെയ്യിച്ചു, നമുക്ക് പബ്ലിസിറ്റി കിട്ടി. അത് അവരുടെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ്. പത്രങ്ങൾക്കും ചാനലുകൾക്കും എല്ലാം പരസ്യം തരാറില്ലേ ടൂറിസം വകുപ്പ്? അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ചാനലോ പത്രമോ തകർന്നു പോയാൽ അത് ടൂറിസം വകുപ്പിന്റെ കുഴപ്പമുണ്ടാന്ന് പറയാൻ പറ്റും? അവരിത്തരത്തിലുള്ള ഒരു നടപടിയുള്ള ആളാണെന്ന് നമ്മൾ എങ്ങനെ മുൻകൂട്ടി കാണും? വളരെ ന്യായമായ കാര്യം ചോദിക്കണ്ടേ? അത് രാഷ്ട്രീയമായിട്ട് BJPക്ക് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാം. റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകനല്ലല്ലോ, ഒരു മന്ത്രിയല്ലേ, ഒരു MLA അല്ലേ. അദ്ദേഹം CPMന്റെ DYPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണെന്ന ആളല്ലേ. അങ്ങനെ വെറും ഒരു മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന് പറഞ്ഞ് അങ്ങ് ചെറുതാക്കിയിട്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അത് ബന്ധങ്ങളാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചു എന്നുള്ളത് ഒരു തെറ്റാണോ? അല്ല. അപ്പൊ അത് വെച്ചുകൊണ്ട് ഒരാളെ അങ്ങനെ കൈകാര്യം ചെയ്ത് ശരിയാണോ? ഇത് ഒരു ടൂറിസം മന്ത്രി പാകിസ്ഥാനിൽ പോകുന്ന ഒരു ചാര വനിതയെ കിട്ടൂ നമുക്ക് ബ്ലോഗ് എടുക്കാൻ എന്ന് ചിന്തിച്ചിട്ടാണ് വിളിക്കുന്നത്. അതൊന്നും ചെയ്യരുത്. അതൊന്നും നല്ല കാര്യങ്ങളില്ല. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് ലജ്ജാകരം. പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തി പിടിയിലായ ചാരസുന്ദരി ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നതിൽ ദുരൂഹത ആരോപിച്ച് BJP രംഗത്ത് വന്നിരുന്നു. ഇക്കാര്യം ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.